ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 28/4/2025 തിങ്കളാഴ്ച 24,312 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,370 എന്ന ലെവലിലാണ്. അതായത് ചാർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ ഒരു 58 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ലഭിച്ചത്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം നിഫ്റ്റി തന്നിരിക്കുന്നത് ഏതാണ്ട് 167 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് മാത്രമാണ്. ഇന്നത്തെ ഓപ്പണിംഗ് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവലിന് മുകളിലാണ്. അവിടെ നിന്നും ചെറിയ ടൈമിൽ പരിശോധിക്കുമ്പോൾ വളരെ വേഗത്തിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം, ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാം എന്ന് കരുതി ഏതൊരാൾക്കും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനും പ്രോഫിറ്റ് എടുക്കാനും കഴിയുന്നുണ്ട്. വീണ്ടും കിട്ടിയ ഡിക്ലൈനും അതുപോലെ തന്നെ ഒരു റീ എൻട്രിക്കുള്ള ചാൻസ് ലഭിച്ചു. എന്നാൽ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. അതിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ ഫർദർ അപ്വേർഡ് പോകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ ആ ലെവലിന് മുകളിലോട്ട് കിടക്കാതെ പെട്ടെന്ന് തന്നെ അവിടുന്ന് സെല്ലാവുകയാണ് ചെയ്തത്. ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനോ അഥവാ അത് അത്തരത്തിലുള്ള ഒരു ട്രേഡ് നോക്കാതെ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കി നിൽക്കുന്ന ഒരാൾക്ക് തീർച്ചയായും നല്ല ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ, അതായത് ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കാം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയതുകൊണ്ട് എന്ന് കരുതി ആ ഒരു സെറ്റപ്പിന് വേണ്ടി തയ്യാറായെടുത്ത് നിന്നവർക്ക് തീർച്ചയായും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ കഴിയുന്നതായിരുന്നു. ഡേയ്സ് ലോ ആയിരിക്കും അത്തരത്തിലുള്ള ഒരു ട്രേഡ് എടുക്കുമ്പോൾ സ്വാഭാവികമായും ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഡേയ്സ് ലോയ്ക്ക് ശേഷം വീണ്ടും തുടർന്ന് ഫാൾ ചെയ്ത് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന സപ്പോർട്ടിന്റെ അടുത്ത് വരെ എത്തിയിരുന്നു. അതൊരു നല്ല ട്രേഡ് ആയിരുന്നു. എന്നാൽ ഈ ലെവലിൽ നിന്നും വീണ്ടും ഈ പ്രധാന സപ്പോർട്ടിൽ എത്തുമ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാത്തുനിന്ന ഏതൊരാൾക്കും ഇവിടെ നിന്നും നല്ല ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ തരത്തിലൊരു ഫാളിംഗ് ലഭിച്ചുകൊണ്ട് വീണ്ടും കിട്ടിയ അപ്പ് മൂവ് സെല്ല് ചെയ്യാമെന്ന് കരുതിയവർക്കും ആ തരത്തിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് പ്രൈസ് കൺസോൾഡേറ്റ് ചെയ്യുകയായിരുന്നു. എങ്കിലും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. വളരെയധികം ഡ്രാഗ് ചെയ്ത് മാത്രം ലഭിക്കുന്ന ട്രേഡുകളായിരുന്നു. തീർച്ചയായും മടുപ്പ് പിടിച്ചിട്ടുണ്ടാകാം ആരൊരാളായിരുന്നാലും. എങ്കിലും ടെൻഷൻ അടിച്ച് പ്രീമിയം മെൽറ്റിങ് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്. എന്നാൽ ഇൻഡെക്സിൽ ആ ലെവലിന് ബ്രേക്കുകൾ സംഭവിക്കത്തില്ലാത്തത് കൊണ്ട് തന്നെ ഫൈനലി നമ്മുടെ ഡയറക്ഷനിലേക്ക് ഇൻഡെക്സ് മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ ട്രേഡുകളെല്ലാം പ്രോഫിറ്റ് ആകേണ്ടതാണ്. ഇനിയും 2 ദിവസം നമ്മളുടെ വീക്ക്ലി ക്ലോസിങ്ങിന് ബാക്കി നിൽക്കുന്നു എന്നതിനാൽ തന്നെ. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ട്രേഡിംഗ് അവസരങ്ങൾ നൽകിയത്. അപ്പോൾ നിഫ്റ്റിയിൽ ഇന്ന് ലഭിച്ച ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിക്കാം. 24,318 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 24,260 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ ഡേയ്സ് ലോയും ഒരു മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്താവുന്നതാണ്. എങ്കിലും ഞാൻ അല്പം കൂടി ഡിസ്റ്റൻസിൽ ഈ ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്പം റേഞ്ചിലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്നുകൊണ്ടാണ് ഇത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പ്രധാന റെസിസ്റ്റൻസ് ആയി കാണുന്നത് 24,643 എന്ന ലെവലാണ്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 24,419, 458, 494 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണ് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,419 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇന്നത്തെ ഡേയ്സ് ഹൈക്ക് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. അത്തരത്തിലൊരു മൂവ്മെന്റ് ആണ് നൽകുന്നതെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ഈസിയായി ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ്. 24,260 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 24,009 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
55,290 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 55,119 എന്ന ലെവൽ ഒരു മൈനർ സപ്പോർട്ടായും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ റെസിസ്റ്റൻസുകളായി 55,715, 961, 56,099 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകൾ മുകളിൽ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 55,715 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഇന്നത്തെ ഉയരം രേഖപ്പെടുത്തിയേക്കാം. അതിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ടാർഗറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 54,593 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 80,240 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടു താഴെയായി 80,009 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാന റെസിസ്റ്റൻസ് ആയി കാണുന്നത് 81,663 എന്ന ലെവലാണ്. എന്നാൽ അതിനിടയിൽ ഒട്ടനവധി മൈനർ റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിലേക്ക് പ്രൈസ് മൂവ് ചെയ്തേക്കാം. എന്നാൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിക്കാം എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 80,009 എന്ന ലെവലാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ 79,143 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ. ഇത് ഞാൻ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ഒരു കേവലമായ പ്ലാൻ മാത്രമാണ്. നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്കും പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക വിധത്തിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ പരിശോധനയിൽ നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ, ട്രേഡിംഗ് ലെവലുകൾ ഗുണകരമാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്കടിയിൽ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ നമ്പർ ഉപയോഗിച്ച് വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ തീർച്ചയായും ഞാനുമായി സംസാരിക്കാവുന്നതാണ്. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്